ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈനിങ് വെച്ചിട്ടുള്ള ചുരിദാറാണ്. ഞാൻ സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു മാച്ച് ഇല്ലാത്ത ലൈനിങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല മാച്ചിങ് ആയിട്ടുള്ള ലൈനിങ് എടുക്കുക. ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി എടുത്തതാണ്. എൻ്റെത് സാരി ആയതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തും ബോർഡർ വരുന്നുണ്ട്. കണ്ടല്ലോ നിങ്ങൾ. നമുക്ക് താഴെ ഭാഗത്ത് മാത്രമേ ബോർഡർ ഉണ്ട്, മുകളിലെ ഭാഗത്ത് വേണ്ടല്ലോ. അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ലെങ്ത് കറക്റ്റാണ് വരുന്നത് കേട്ടോ. നിങ്ങളത് ഓർമ്മിക്കണേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഈ തുണി ഇതാ ഇവിടെ ഇങ്ങനെ മടക്കിയിട്ടല്ലേ ഉള്ളത്. ഞാനിത് സെപ്പറേറ്റ് ആക്കുന്നുണ്ട്. നമുക്ക് ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മടക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓരോ തുണി കിട്ടുമ്പോഴും നമ്മൾ അതിൻ്റെ നീളവും വീതിയും അനുസരിച്ചിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഓർമ്മിക്കണം കേട്ടോ എപ്പോഴും. ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ ഇതാ ഈ ഒരു രീതിയിൽ രണ്ടും നമുക്ക് മടക്കി കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ നോക്കുക കേട്ടോ, കസവിൻ്റെ ഭാഗം വരുമ്പോൾ ഏതാണ് നല്ല ഭാഗം മോശം ഭാഗം എന്ന് നിങ്ങൾ നോക്കണം. എന്നിട്ട് മോശം ഭാഗം പുറമേ വരുന്ന രീതിയിലാണ് മടക്കി കൊടുക്കേണ്ടത്. നമുക്ക് മാർക്കിംഗ് ചെയ്യുന്നത് മോശം ഭാഗത്തല്ലേ. രണ്ട് തുണിയും ഇമാതിരി രണ്ടായി മടക്കിയിട്ട് ഞാനിതാ ഒരുമിച്ച് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നീങ്ങിപ്പോകുന്ന തുണിയായതുകൊണ്ട് പെട്ടെന്ന് തെറ്റിപ്പോകും. മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തെറ്റിപ്പോകും. നെറ്റിൻ്റെ ഒക്കെ തുണിയാണെങ്കിൽ നിങ്ങൾ കുറേ പിന്നൊക്കെ ചെയ്തിട്ട് വേണം എന്തും ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ല നീറ്റ് ആക്കിയിട്ട് കൊടുക്കണം. നമുക്ക് ആദ്യം ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ 1.5 ഇഞ്ചും കൂടെ ചേർത്തിട്ട് മാർക്ക് ചെയ്യുക. താഴെ 1 ഇഞ്ച് മടക്കി അടിക്കാനും മുകളിൽ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാം. എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റ് തുണിയാന്നുള്ളത്. താഴെ എനിക്ക് ബോർഡർ വശമായിട്ട് മടക്കി അടിക്കണം എന്നില്ല, പക്ഷേ ഞാനൊരു 1/2 ഇഞ്ച് മടക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിലേക്കും 1/2 ഇഞ്ച്. അങ്ങനെ എനിക്ക് ഇവിടെ ഞാൻ എടുത്തത് കറക്റ്റ് ലെങ്ത്തിലാണ് എനിക്ക് തുണി കിട്ടിയത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഈ ഒരു മേളിലെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുക. ഇവിടെയാണ് നമുക്ക് ഷോൾഡറൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ ഇങ്ങനെ ലെവലല്ലാണ്ടാണ് ഉള്ളത്, കണ്ടല്ലോ. അവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് നമുക്ക് അതിന് ശേഷം മാർക്ക് ചെയ്ത് തുടങ്ങാം. ഒന്നുകിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ ലാസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ലെവലായിട്ട് നമുക്ക് അവിടെയൊക്കെ കിട്ടണം. ചെറിയൊരു ചെരിവ് നമുക്ക് അവിടെ ഉണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നെക്ക് നല്ല ലെങ്ത് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഷോൾഡർ കുറച്ചിട്ടെടുക്കണം, അല്ലെങ്കിൽ ലൂസായി പോകുന്ന പ്രശ്നം നമുക്കുണ്ടാവും. ഇവിടെ എനിക്ക് 6 ഇഞ്ച് ലെങ്ത്ത്, നെക്ക് ലെങ്ത്ത് 6 വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫുൾ ഷോൾഡർ 14 14ൻ്റെ പകുതി 7 ഞാൻ അത് എടുക്കുന്നില്ല. ഞാൻ 6.25 എടുത്തത്. അത്രയും കുറച്ചിട്ടാണ് ഞാൻ എടുത്തത്. അതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. അതേ ഒരു അളവ് തന്നെ ആമോളായിട്ടും ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്കിവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് മെഷർമെൻ്റ് എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ 4/1 മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/4 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ലൈനിങ് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കിവിടെ 36 36ൻ്റെ 4/1 9 വരുന്നുണ്ട്. 9.25 ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത്, കണ്ടല്ലോ. ഇനി ഞാനിതാ ആം ഹോൾ ഷേപ്പ് വരച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നത് കേട്ടോ. ഇവിടെ ഈ ഒരു കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത്. നമുക്ക് ഈ ഒരു ആം ഹോൾ ഷേപ്പിൻ്റെ കാര്യത്തിൽ കുറച്ച് പഠിക്കാനുണ്ട്. 1.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാനിതാ ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ്. ആം ഹോളിൻ്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ഒരു കാര്യം നമ്മൾ മെഷർ ചെയ്യണം. നമ്മളെ ഫുള്ളായിട്ടുള്ള ആം ഹോൾ റൗണ്ട് നമ്മൾ ടേപ്പ് വെച്ചിട്ട് കറക്റ്റ് മെഷർ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ പകുതി നമുക്കിവിടെ മെഷർ ചെയ്ത് നോക്കിയാൽ കിട്ടണം. എന്നിട്ട് വേണം നമുക്ക് ലൂസായിട്ട്, ചുരിദാറിനൊക്കെ കുറച്ച് ലൂസായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് നല്ലത്. ബ്ലൗസിനാണ് നമ്മൾ കറക്റ്റ് ഫിറ്റിങ്ങിൽ എടുക്കുന്നത്. ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് എനിക്കിപ്പോൾ ആം ഹോൾ റൗണ്ട് ഫുള്ളായിട്ട് വരുന്നത് 16 16ൻ്റെ പകുതി എനിക്കിപ്പോൾ ഇവിടെ കണ്ടല്ലോ, കറക്റ്റ് 8 കിട്ടി. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി അവിടെ ഒരു ലൂസ് വേണമെന്നാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ലൈനില്ലേ ഇത് ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ താഴ്ത്തിയിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ജസ്റ്റ് അതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഷേപ്പ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കിട്ടി. നമ്മൾ ബ്ലൗസിനൊക്കെ കറക്റ്റ് ഫിറ്റിങ്ങിൽ എടുക്കണം. ചുരിദാറിനാകുമ്പം ഒരു 1/2 ഇഞ്ച് ലൂസൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടല്ലോ. ഇതുപോലെ ഞാൻ വരച്ചു കൊടുത്തേ. എന്നിട്ട് ഈ ഒരു കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വേറെ ചോക്ക് എടുക്കാം കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലല്ലോ. ഈ ഒരു കോർണറിൽ നിന്ന് നേരത്തെ ചെയ്ത പോലെ 1.5 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുത്ത്, എന്നിട്ട് നമ്മളെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് അതേപോലെ ഒന്നും കൂടെ ഷേപ്പ് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ബ്ലൗസിനൊക്കെ ചെയ്യുമ്പോഴായാലും നമുക്ക് അഥവാ കറക്റ്റ് ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി കിട്ടിയില്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആം ഹോൾ ലൈന് കൂടുതൽ എടുത്തിട്ടും കുറച്ചെടുത്തിട്ടും ഒക്കെ വരച്ചെടുക്കുന്നത്. ഇത് നിങ്ങൾ ഓർമ്മിക്കണേ. ഇപ്പോൾ കണ്ടല്ലോ. ഇനി നമുക്ക് മെഷർ ചെയ്ത് നോക്കി എത്ര കിട്ടുമോ നോക്കാമല്ലോ. നമുക്കിപ്പോൾ നേരത്തേതിനെക്കാട്ടിയും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. 8.5 ഇഞ്ച്, 1/2 ഇഞ്ച് നമുക്കിവിടെ ലൂസ് കിട്ടി. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ഇതാ നമ്മൾ കറക്റ്റ് ചെസ്റ്റ് മാർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്ത് നമുക്ക് തയ്യൽ തുമ്പ് വേണ്ടേ, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത്. തുണി കുറവാണെങ്കിൽ 1 ഇഞ്ച് എടുത്തിട്ട് ചെയ്യാം. ഇനി നല്ല ബെസ്റ്റ് സൈസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഒരു ബെസ്റ്റിൻ്റെ അളവ് എടുത്തിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ബെസ്റ്റ് വരുന്ന ആ ഒരു പോയിൻറ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചിലർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ടൈറ്റാണ്, ബെസ്റ്റിന് ഒരു ഷേപ്പില്ലാണ്ട് ഇങ്ങനെ പരന്ന് നിൽക്കുന്നതൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് ഇടുന്നവർക്ക് ഒരു സുഖവും ഉണ്ടാവില്ല, ഭയങ്കര ടൈറ്റായിട്ട് തോന്നും. എനിക്കിപ്പോൾ ചെസ്റ്റും ബെസ്റ്റും സെയിം ആയതുകൊണ്ട് ഒന്നും മാർക്ക് ചെയ്ത് കൊടുക്കണ്ട. ഞാൻ ഇതാ ഷോൾഡർ മുതൽ മിഡ് വേസ്റ്റ് വരെ എവിടെയാണ് വരുന്നേ നോക്കി കറക്റ്റ് ആ ഒരു പോയിൻറ്റിൽ ഇതാ സ്കെയിൽ വെച്ചിട്ട് ഞാൻ ആ മിഡ് വേസ്റ്റിൽ വരുന്ന ആ ഒരു ഷേപ്പ് വരുന്ന ആ ഒരു അളവ് എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയെന്ന്. നിങ്ങൾ ഇതുപോലെ ഷോൾഡർ മുതൽ ആ ഒരു വേസ്റ്റ് വരുന്ന ഭാഗം എവിടെയാണോ ഷേപ്പ് നിങ്ങൾക്ക് വരുന്നത് അത് നിങ്ങൾ നോക്കിയിട്ട് ഇമാതിരി സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അളവിൽ വരും. ഞാൻ ഇതാ 34ൻ്റെ പകുതി എടുത്തിട്ട് 4 ഇഞ്ച് ലൂസും കൊടുത്തിട്ട് 8.75 മാർക്ക് ചെയ്ത് കൊടുത്ത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ട് ഇതുപോലെ വരച്ച് കണ്ടല്ലോ. ഇനി നമുക്ക് ഹിപ്പിൻ്റെ ആ ഒരു ഭാഗമാണ് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഷോൾഡർ മുതൽ ആ ഒരു ഓപ്പണിംഗ് വരുന്നത് വരെ, സ്ലിറ്റ് വരുന്നത് വരെയുള്ള ഒരു അളവ് നിങ്ങൾ മെഷർ ചെയ്യുക. എനിക്കിപ്പോൾ 19 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ അടുക്ക ജോയിൻ ചെയ്യുന്നതുകൊണ്ട് 19.5 ഇഞ്ചിൽ ഞാനൊരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവിടുത്തെ ഒരു വീതി ഹിപ്പ് റൗണ്ട് എത്രയാണോ വരുന്നത് അതിൻ്റെ 4/1 നമുക്ക് വേറെ അളവ് ചുരിദാർ ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാം. ആ ഒരു രീതിയിൽ നിങ്ങൾ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ടൈറ്റായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം നിങ്ങൾ. ഞാനിവിടെ ലൂസും കൂടെ ചേർത്തിട്ട് 10 ഇഞ്ചിലെ ഹിപ്പ് മാർക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് 1.5 വേണ്ട, കറക്റ്റ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രമേ നമുക്കിവിടെ വേണ്ട. ഇവിടെയൊക്കെ നമ്മൾ മടക്കിയിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുന്ന ഭാഗമല്ലേ, അപ്പോൾ നമ്മൾ 1 ഇഞ്ച് മാത്രം മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പോയിന്റ് പോലെ വരുന്നതൊക്കെ നല്ല ഷേപ്പിലാക്കി കൊടുക്കുക. നമുക്കിനി താഴത്തെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് സ്ട്രെയിറ്റ് കട്ടാണെങ്കിൽ ഓപ്പണിങ്ങിൻ്റെ അവിടുന്ന് ആ ഒരു അളവ് തന്നെ എടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാം, എന്നാലും നമുക്ക് കറക്റ്റ് കിട്ടും. ഇനി ആ ഒരു താഴെ ഭാഗത്ത് കുറച്ചുകൂടെ വീതി കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ ആ ഒരു അളവിലും നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിതാ 10 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെയും 1 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് കൊടുക്കുക. നമ്മൾ അവിടെയൊക്കെ മടക്കി അടിക്കുന്നില്ലേ നമ്മൾ ഓപ്പണിംഗ് ഭാഗത്ത്. എന്നിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. നമുക്കിത് സ്ട്രെയിറ്റ് കട്ട് പോലെ വന്ന് നമ്മൾ ഹിപ്പിൻ്റെ അവിടെയും 10 ഇഞ്ച് തന്നെയാണ് എടുത്തത്. ഹിപ്പിൻ്റെ അവിടെ ഒരു 4 ഇഞ്ച് ലൂസ് കൊടുത്തിന് നമ്മൾ. ഇപ്പോൾ സ്ട്രെയിറ്റ് കട്ട് തന്നെ എനിക്ക് വന്ന് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക തയ്യൽ തുമ്പും. അടുത്തത് നെക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്ക് മാർക്ക് ചെയ്യുമ്പം എത്രയാണോ നെക്ക് വിഡ്ത്ത് വേണ്ടത് 4 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് അളവ് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡർ ഒരു 2 ഇഞ്ചിൽ നിൽക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഷോൾഡർ വെച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ച് പ്ലസ് തയ്യൽ തുമ്പ് 3/4 ഇഞ്ചായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എത്രയാണോ ഷോൾഡർ നിങ്ങൾക്ക് നിൽക്കേണ്ടത് അതിൻ്റെ അപ്പുറം 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കുക. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് അനുസരിച്ചിട്ട് മാർക്ക് ചെയ്യുമ്പോൾ നെക്കിൻ്റെ വിഡ്ത്തിൻ്റെ അകത്ത് നിന്ന് 4 ഇഞ്ച് കുറച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് കേട്ടോ അത് വരുന്നത്. എനിക്കിവിടെ നെക്ക് വിഡ്ത്ത് 3/4 വേണം. ഞാനിവിടെ 3 ഇഞ്ചിലും മാർക്ക് ചെയ്ത് കൊടുത്ത് 4 ഇഞ്ച് ഞാൻ കുറച്ച് കൊടുത്ത്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 4 ഇഞ്ച് കൂടുതൽ എടുക്കുക. എനിക്കിവിടെ 5 ഇഞ്ച് നെക്ക് ലെങ്ത്ത്, അതിൻ്റെ ഒപ്പം ഞാനൊരു 4 ഇഞ്ചും കൂടെ ചേർത്തിട്ട് 5/4 മാർക്ക് ചെയ്ത് കൊടുത്ത്. എപ്പോഴും നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ 4 ഇഞ്ച് കൂട്ടണം കേട്ടോ. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കുറഞ്ഞു പോകുന്ന പ്രശ്നം വരും. താഴിലും ഒരേ അളവ് തന്നെ എടുത്തത്. മേളിലെടുത്ത് 3 ഇഞ്ച് തന്നെ വിഡ്ത്ത് എടുത്തിട്ട് ഇതുപോലെ ഞാനിതാ മാർക്ക് ചെയ്ത് ബോക്സ് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നെക്ക് ഷേപ്പൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യലേ. എനിക്കിവിടെ റൗണ്ട് ഷേപ്പാണ് വേണ്ടത്. ഞാനത് റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമുക്ക് നല്ല വൃത്തിയിൽ നെക്ക് ഡിസൈനൊക്കെ വരയ്ക്കാൻ പറ്റും കേട്ടോ. ഞാൻ അതിൻ്റെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കാണണേ. നമുക്കിതാ കൈ കൊണ്ടും റൗണ്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ലെങ്ത്ത് വരച്ച് കൊടുക്കാനുണ്ടല്ലോ. ഇതുപോലെ നെക്ക് വെട്ടൊന്ന് ബാക്ക് പാർട്ടിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വരക്കാം കേട്ടോ നെക്ക് ലെങ്ത്ത്. ഇനി നമുക്ക് ഫ്രണ്ടിലെ ആം ഹോൾ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാം. അതിന് മുന്നേ ബാക്ക് നെക്ക് ലെങ്ത്ത് ഞാനിതാ 6.25 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഇഞ്ച് കൂടുതലെടുത്ത് 6 എനിക്ക് വേണ്ടത്. എന്നിട്ട് ഇതുപോലെ ബോക്സ് ഷേപ്പ് വരച്ചിട്ട്
ബാക്കിലും ഞാൻ ആ ഒരു റൗണ്ട് ഷേപ്പ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ബാക്ക് നെക്ക് ലെങ്ത് വരച്ച് കഴിഞ്ഞ് ഇനി ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടാകുമ്പോൾ ഞാൻ ഫ്രണ്ടിലെ ആം ഹോൾ കുറച്ചും കൂടെ കുഴിച്ച് വരച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇവിടെ കുറേ ലൈൻസൊക്കെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇത് കട്ട് ചെയ്ത് മാറ്റട്ടെ ആദ്യം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് തയ്യൽ തുമ്പ് വരുന്ന ഭാഗം. ഇവിടെയായിട്ട് നമ്മളെ മിഡ് പോയിന്റ് വരും. ആടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. എത്രയാണെന്ന് നിങ്ങൾക്ക് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ അതിനനുസരിച്ചിട്ട് എടുക്കുക. നല്ല തടിയുള്ളവരാണെങ്കിൽ 1/4 ഇഞ്ചൊക്കെ എടുത്താൽ മതിയേ. ഞാൻ 1/2 ഇഞ്ച് എടുത്തിട്ട് ഈ ഒരു പോർഷനിൽ ഇതുപോലെ ഒന്ന് കുറച്ച് താഴ്ത്തിയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത്ര പോലെ തന്നെ നിങ്ങൾ സ്ലീവ് കട്ട് ചെയ്ത് ഫ്രണ്ടിലെ ആ ഒരു സ്ലീവ് പോർഷൻ കട്ട് ചെയ്ത് മാറ്റുമ്പോഴും ഈ ഒരു അളവ് തന്നെ എടുക്കണം. ഇവിടെ 1/2 ഇഞ്ച് എടുത്തിട്ട് ആടെ 1/4 ഇഞ്ച് എടുത്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുന്ന സമയത്തായിരിക്കും പ്രശ്നം വരുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കളയാം. നിങ്ങൾ ആദ്യം തന്നെ ലൈനിങ്ങിൻ്റെ അകത്ത് ചെയ്തിട്ട് ലൈനിങ് വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടല്ലോ. ഞാനിപ്പോൾ നല്ല തുണീൻ്റെ അകത്ത് ചെയ്തിട്ട് ലൈനിങ്ങിന് ഇതുപോലെ മടക്കിയിട്ട് കറക്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയേ വേണ്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാനിതാ 2 പാർട്ടിൻ്റെയും ലൈനിങ് കട്ട് ചെയ്തെടുക്കാൻ പോയെന്ന്. നല്ല തുണീനേക്കാളും ഒരു 3 ഇഞ്ച് കുറച്ചിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യുക കേട്ടോ. ലൈനിങ്ങും നല്ലതും തമ്മിൽ നമുക്ക് ഒരേ ലെങ്ത്ത് വേണ്ട. ലൈനിങ് നമ്മൾ നല്ലതിനേക്കാളും കുറച്ചും കൂടെ കുറവാണ് ഉണ്ടാവുക കേട്ടല്ലോ. അത് നിങ്ങൾ കുറച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് അളവിൽ ഒന്നുകിൽ ഇതുപോലെ വരച്ചിട്ട് കട്ട് ചെയ്യാം. ഞാനിതാ 2ഉം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും. ഞാനിതാ നെക്കിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാം. നിങ്ങളിനി ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് എങ്കിൽ ലൈനിങ്ങിൻ്റെ നെക്ക് കട്ട് ചെയ്തോ, നല്ല തുണീൻ്റെ നെക്ക് കട്ട് ചെയ്യാണ്ടിരുന്നാൽ മതി കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. നമുക്ക് ഈ ഒരു ബോർഡർ ഭാഗം വരുന്നത് സ്ലീവിന് എടുക്കണ്ടേ. തുണി ഇതുപോലെ 2ആയി മടക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ 2ആയി മടക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ഒരു സ്ലീവ് കട്ട് ചെയ്യാം. ഈ ഒരു താഴെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. എനിക്കിത് വേണ്ട. ഞാൻ ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കേന്ന്. ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ താഴെ ഭാഗത്ത് സാധാരണ 1 ഇഞ്ചാണ് നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടത്. നമുക്ക് ലൈനിങ് ആയതുകൊണ്ട് വേറെ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. ഇതുപോലെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ടാകുമ്പോൾ മേളിൽ നമുക്ക് 1/2 ഇഞ്ചാണ് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത് 1/2 ഇഞ്ചാണ്. അതും അനുസരിച്ചിട്ട് നിങ്ങൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക കേട്ടല്ലോ. എനിക്ക് ലെങ്ത്ത് 15 ഇഞ്ച് വേണം. ഞാൻ 15.5 ഇഞ്ച് ഇതാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, 1/2 ഇഞ്ച് നമുക്കവിടെ മുകളിൽ ജോയിൻ ചെയ്യുമ്പം വേണ്ടേ, അതനുസരിച്ചിട്ടൊക്കെ തയ്യൽ തുമ്പ് എടുക്കുക. ലെങ്ത്ത് പ്ലസ് 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വേണ്ടി വരും സ്ലീവിന്. അതിനുശേഷം നമുക്ക് വീതി മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ച പാർട്ട് എടുക്കുക. ഇവിടുന്ന് കറക്റ്റ് മെഷർ ചെയ്യുക. നമുക്ക് നേരത്തെ 8.5 ഇഞ്ചല്ലേ കിട്ടിയത്. ഇതുപോലെ നിങ്ങൾ മെഷർ ചെയ്ത് നോക്കുക കേട്ടോ. എത്രയാണ് കിട്ടുന്നതെന്ന് കറക്റ്റ്. തയ്യൽ തുമ്പ് കൂട്ടണ്ടേ, കൂട്ടാണ്ടാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് 8.5 ഇഞ്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് വീതി മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് 8.5 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് 9 ഇഞ്ചിലാണ് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടല്ലോ. ഒരു 1/2 ഇഞ്ച് മാത്രമേ എടുക്കേണ്ടൂ. നമുക്ക് കറക്റ്റ് തയ്യൽ തുമ്പ് അടക്കം ചെയ്ത് കഴിയുമ്പം കിട്ടും. അതിനുശേഷം നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടല്ലോ, ഞാനിവിടെ ഒരു ലൈൻ കൊടുത്തേക്കാം. നമ്മളുടെ ആ ഒരു വീതിക്ക് ഞാനിവിടെ ഒരു ലൈൻ കൊടുക്കാം കേട്ടല്ലോ. 3.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു 3.5 മാർക്ക് ചെയ്ത് പോയിന്റിൻ്റെ അകത്തേക്ക് ഇടുന്നിങ്ങനെ ഒരു ലൈൻ കൊടുക്കുക. ക്രോസ് ലൈൻ കൊടുത്തിട്ട് നിങ്ങൾ ആ ഒരു ലൈൻ എത്രയുണ്ട് നോക്കുക. നമുക്കിപ്പോൾ കറക്റ്റ് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ടുള്ള അളവ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ 1/2 ഇഞ്ചല്ലേ എക്സ്ട്രാ എടുത്തിട്ടു. ഇപ്പോൾ നമുക്ക് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇവിടെ ഞാൻ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ലൈനിൻ്റെ മിഡ് പോയിന്റിലും ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ആ ഒരു ഷേപ്പ് ഒരു 3/4 ഇഞ്ച് നേരെ വന്നിട്ട് ഇതുപോലെ മിഡ് പോയിന്റിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു 1/4 ഇഞ്ച് താഴ്ത്തിയിട്ട് ഇതുപോലെ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പ് വരക്കുക. നമുക്ക് കറക്റ്റ് കിട്ടും കേട്ടോ. ആം ഹോളിൻ്റെ അവിടെ ചുളിവോ കാര്യങ്ങളോ ഒന്നും വരാണ്ട് നമുക്കത് കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇതുപോലെ വരച്ച് ഇനി താഴത്തെ നമ്മൾ സ്ലീവ് റൗണ്ട് കറക്റ്റ് നിങ്ങൾ മെഷർ ചെയ്യുക കേട്ടോ. ഞാനിവിടെ 4.25 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. 1/4 ഇഞ്ച് ലൂസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കൈ വണ്ണത്തിനനുസരിച്ചിട്ടുള്ള അളവ് നമ്മൾ ഇതൊരു സ്ലീവിന് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ഞാൻ മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ഫിറ്റിങ്ങിൽ നമുക്ക് നിൽക്കും കേട്ടോ. ആ ഒരു അളവ് നിങ്ങൾ കറക്റ്റ് എടുത്തോ. ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി ഇവിടെ നിന്നൊക്കെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇമാതിരി വരച്ചു കൊടുക്കുക നിങ്ങൾ. ഈ ഒരു രീതിയിൽ സ്ലീവ് എടുക്കുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ താഴെയും മുകളിലും മാത്രം എടുത്ത് വരച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഭാഗത്തൊക്കെ ലൂസ് വരും. നമ്മൾ സ്ലീവിൻ്റെ വണ്ണം കറക്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലേ നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ. ഇനി നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് അടുത്ത സ്ലീവ് കട്ട് ചെയ്ത് എടുക്കാം. അതുപോലെ തന്നെ ലൈനിങ്ങും നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്രണ്ടിലെ ആ ഒരു സ്ലീവിൻ്റെ ഭാഗം കുറച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് മുറിക്കാനുണ്ട്. നമുക്കത് ചെയ്യാം കേട്ടോ. ഈ സ്ലീവിൻ്റെ ആ ഒരു മിഡിൽ ഭാഗത്ത് ഇതാ ഒരു നോച്ച് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് എന്നിട്ട് ഇതുപോലെ വെക്കുക. നല്ല ഭാഗം ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുക. അതിനോട് ചേർന്നിട്ട് നല്ല ഭാഗത്തിനോട് ചേർന്ന് നല്ല ഭാഗം വരുന്ന രീതിയിൽ, പുറമേ വരുന്നത് 2 ഭാഗത്തും മോശം ഭാഗം വരണേ. ഇതുപോലെ വെച്ചിട്ട് നമുക്കിതാ ഇവിടെയാണ് നമ്മളെ ആ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്നത്. നമുക്കിതാ ഈ ഒരു ഭാഗത്തായിട്ട് ഈ സെൻറ്റർ മാർക്ക് ചെയ്തതിൻ്റെയും ഈ ഒരു തയ്യൽ തുമ്പിൻ്റെയും ഈ ഒരു നടുക്കുള്ള ഭാഗത്തായിട്ട് ഒരു 1/2 ഇഞ്ചല്ലേ നമ്മൾ നേരത്തെ എൻ്റെ ഒരു ചുരിദാറിൻ്റെ ബോഡി പാർട്ടിൽ നമ്മൾ ചെയ്തത്. ഞാനിതാ ഇവിടെ 1/2 ഇഞ്ച് തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ 1/4 ഇഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ 1/4 ഇഞ്ച് എടുത്ത് കൊടുക്കുക കേട്ടോ. തെറ്റിക്കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റക്കുറച്ചിലൊക്കെ വരും, പണിയാണ് നമുക്ക്. ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ല ഭാഗവും തന്നെ ചേർത്ത് വെക്കണം, അല്ലെങ്കിലും തെറ്റ് വരും. നമുക്ക് കുഴിച്ചു മാർക്ക് ചെയ്ത് നമ്മൾ ചിലപ്പോൾ ബാക്കിലൊക്കെ വെക്കേണ്ട അവസ്ഥ നമുക്ക് വരും. ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് നമുക്ക് തിരിയാൻ വേണ്ടിയിട്ട്. ഇനി ഇത് വെച്ചിട്ട് ലൈനിങ്ങും കൂടെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയുമാണ് നമ്മളുടെ ചുരിദാർ കട്ടിങ്ങിൽ വരുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് പാർട്ടാണ്. അത് പാർട്ട് 2 ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. നല്ല ലെങ്തി ആയി പോകും നമ്മളെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ. എന്നാൽ ശരി, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.